ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 62ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് എന്താ പറയുക, എല്ലാവരോടും ഫാമിലി ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഇത് പറയുന്നുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ അതേപോലെ നൂറ, ആതിര അവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട് അവരുടെ ഫാമിലി വന്നില്ലെങ്കിൽ ബാക്കി എല്ലാവരുടെ ഫാമിലിയും കണ്ടപ്പോഴും അവർ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ. അങ്ങനെ അതൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്കൊരു കേക്ക് ലാലേട്ടൻ അവർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു. ആ കേക്കിനെ ചൊല്ലിയായിരുന്നു പിന്നെ ചെറിയൊരു ഇഷ്യൂ. ആസ് യൂഷ്വൽ ഫുഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പിന്നെ എപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ കേക്കിനെ കുറിച്ചിട്ടായിരുന്നു. ജിസയിൽ കുറച്ച് കൂടുതൽ കേക്ക് എടുത്തുകൊണ്ട് പോയി, എല്ലാവർക്കും തികഞ്ഞില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, അനുമോൾക്ക് വേണ്ടത് അനുമോൾ എടുത്തിട്ട് പോയാൽ പോരെ, ബാക്കി ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവിടെ നോക്കേണ്ട ആവശ്യമില്ല എന്ന്. അത് വളരെ കറക്റ്റാണ്. കാരണം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അനുമോൾക്കുള്ളത് എടുത്തിട്ട് പോവുക, അല്ലാണ്ട് ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ അത് ആലോചിച്ച് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കി അത് കിട്ടാത്ത ആൾക്കാർ പറയട്ടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അവർ ഇഷ്യൂ ഉണ്ടാക്കട്ടെ. അല്ലാതെ അനുമോൾ എന്തിനാണ് ആവശ്യമില്ലാതെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് വളരെ നന്നായി. കാരണം എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ അലുവയുടെ ഇഷ്യൂ വന്നു, മട്ടൺ പീസിൻ്റെ ഇഷ്യൂ വന്നു. ഇപ്പോൾ ഇതാ ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡ് കാണാത്ത നാട്ടിൽ നിന്ന് എന്താ പറയുക ഒരു വീട്ടിലോട്ട് എല്ലാവരെയും ഇട്ട പോലെയാണ്. നമുക്ക് കാണുന്നവർക്ക് ഇത്രയും കൊല്ലമായിട്ട് ഇതൊന്നും കാണാതെ ജീവിച്ച പോലെയാണ് അവരുടെ പെരുമാറ്റം. ഇങ്ങനെ എന്തെങ്കിലും അവർക്കൊന്ന് കൊടുക്കുമ്പോൾ അതായിരുന്നു പിന്നെ എന്താ പറയുക ഉണ്ടായിരുന്ന വേറൊരു ഇഷ്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ഇവർക്ക് വീക്കിലി ടാസ്ക് കൊടുത്തിരുന്നു ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ പല ആൾക്കാരുടെ പോയിൻറ്റ്സ് എല്ലാം ലാലേട്ടൻ പറയുന്നുണ്ട്. ബിഗ് ബോസിനെ കുറിച്ചിട്ട് ക്രൂവലാണ്, അതേപോലെ ബിഗ് ബോസ് നേരെ ഫുഡ് കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ശരിയാണ്, ഫുഡിൻ്റെ കുറച്ച് ലിമിറ്റഡ് ആണ് ഇവിടെ ഫുഡ്, റേഷൻസും എല്ലാം. അത് എന്താ പറയുക, ഫുഡ് കഴിക്കാനല്ലല്ലോ ഇവർ വന്നിരിക്കുന്നത്, ഗെയിം കളിക്കാനല്ലേ. അതൊരു വിധത്തിൽ ശരിയാണ്. കാരണം ഇതൊരു അതിജീവനമാണ്, അല്ലാണ്ട് ഇതൊരു എന്താ പറയുക ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫോ അല്ലാണ്ട് ഇതൊരു ടൂറിൽ ഇവർ വന്നതോ ഒന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഉള്ള ഫുഡിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ എപ്പോഴും എന്താ പറയുക എല്ലായ്പ്പോഴും നമുക്ക് അത്രയും നന്നായി ഫുഡ് കഴിച്ച് ജീവിക്കാൻ പറ്റുക അങ്ങനെയൊന്നുമില്ല അല്ല. ഇപ്പം അതിനകത്ത് വന്ന പല ആൾക്കാരും ചിലപ്പോൾ പല സ്റ്റേജസിൽ മേ ബി എല്ലാവരും നല്ലതായിട്ട് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക, എനിക്കറിയില്ല. പക്ഷെ ചില ആൾക്കാർ മേ ബി ഇപ്പോൾ അവരുടെ ചില ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്താ പറയുക കുറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഭയങ്കര ലിമിറ്റഡ് ഫുഡായിരിക്കും അവർ കഴിക്കുക. അവർക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, ഭയങ്കര കൊതിയും ഉണ്ടാവും. പക്ഷെ അവർക്കത് കഴിക്കാൻ പറ്റണമെന്നില്ല, ഒന്നും വേണ്ട. ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതേപോലെയാണ്. ഇഷ്ടപ്പെട്ട പല ഫുഡും അവർക്ക് കഴിക്കാൻ പറ്റണം എന്നില്ല, ലിമിറ്റായിട്ടായിരിക്കും അവർ കഴിക്കുക. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കാം. അപ്പോൾ അതൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത്. എന്താ പറയുക, നിങ്ങൾ കഴിക്കാനല്ലല്ലോ വന്നത്, കളിക്കാനല്ലേ, അങ്ങനെ എല്ലാതും പറയുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ലാലേട്ടൻ ജിസൈലിൻ്റെ പൊസസീവ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ആര്യനായിട്ട്. അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട്, ലക്ഷ്മി ജിസൈൽ വന്നിരുന്ന സമയത്ത് ആര്യൻ ഉറങ്ങണം, എണീറ്റ് പോകാൻ പറഞ്ഞു. പിന്നെ ലക്ഷ്മി വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈൽ ഒരു പൊസസീവ്നെസ് ക്യാരക്ടറാണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആര്യനതിന് പറയുന്നത് അടുപ്പുള്ള ആൾക്കാരോടല്ലേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഉറങ്ങണം, അല്ലാത്ത ആൾക്കാരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന്. അത് വളരെ കറക്റ്റാണ്. എനിക്ക് ആര്യൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പോയിന്റ് തോന്നിയത്. കാരണം ആര്യൻ ജിസൈലായിട്ട് അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആര്യന് ജിസൈലിനോട് എന്തും പറയാം. ഇപ്പോൾ എനിക്ക് ഉറങ്ങണം, കുറച്ച് നേരം മാറിയിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ ലക്ഷ്മിയായിട്ട് അത്ര ഒരു ഇതില്ല. അപ്പോൾ ലക്ഷ്മി ചിലപ്പോൾ വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാവും, പറയണം എന്നുണ്ടാവും. പക്ഷെ ചില സമയത്ത് എങ്ങനെയാണ് പറയുക എന്നുള്ള ആ ഒരു ഇതിനകത്ത് പിന്നെ ചിലപ്പോൾ പറയണമെന്നില്ല. അപ്പോൾ അതായിരിക്കാം മേ ബി എന്താ പറയുക
ആര്യൻ ലക്ഷ്മിയോട് അങ്ങനെ പറയാതിരുന്നത്. എന്താണെങ്കിലും അതൊരു ഇതായി മാറി. എന്താ പറയുക, ലക്ഷ്മി വേണം വെച്ചിട്ട് ഇനി അവിടെ വന്നിരുന്നതാണോ എന്നറിയില്ല. ആര്യൻ്റെയും ജിസേലിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അവർ തമ്മിൽ ഒന്ന് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും അതായിരുന്നു ലാലേട്ടൻ ഒന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മുടെ എവിക്ഷൻ നമ്മൾ കണ്ടു. എവിക്ഷനിൽ ഒനിയിലാണ് ഔട്ടായത്. ഒനിയിൽ ഔട്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒനിയിൽ ചില സമയത്ത് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ളൊരു ഡേർട്ടി ഗെയിം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്നലെ തന്നെ കണ്ടു ആര്യൻ്റെയും ജിസേലിൻ്റെയും ഇഷ്യൂ ഒനിയിൽ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അക്ബറിനോട് പറഞ്ഞു. അക്ബർ അതൊരു ഇഷ്യൂ ആക്കാൻ നോക്കി. എന്താ പറയുക, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ അത് ലക്ഷ്മിയുടെ ഒരു ഇഷ്യൂ, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. പക്ഷേ ഒനിയിൽ ആദ്യമൊക്കെ നന്നായിട്ടായിരുന്നു. ചില സമയത്ത് ഒനിയിൽ എന്താ പറയുക, ഒനിയിലിൻ്റേതായിട്ടുള്ള ചില ഗെയിംസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒനിലിന് വോട്ടിംഗ് കുറവാണ് പണ്ട് മുതൽ തന്നെ. അപ്പോൾ ഔട്ടാവാൻ നമുക്കത്ര ഒരിതില്ല. ഞാൻ മുന്നേ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്തതാണ് ഒനിയിൽ. ചില വീക്കിലൊക്കെ ഒനിയിൽ ഭയങ്കര സേഫായി വന്നു. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒനിയിൽ മുമ്പേ ഔട്ടാവേണ്ട ആളായിരുന്നു. ഒനിലിൻ്റെ ഒരു ലക്കും ഒരു ഇതുകാരനാണ് ഇത്രയെങ്കിലും നിന്നത്, മോർ ദാൻ 50 ഡേയ്സ് നിന്നത്. അപ്പോൾ ഇന്നൊരു എവിക്ഷനും കൂടി ഉണ്ടാവും. ഇന്നത്തെ എവിക്ഷനിൽ മോസ്റ്റ്ലി ജിസേൽ ഔട്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഇന്നലത്തെ എൻ്റെ റിവ്യൂവിൽ പറയുന്നുണ്ട് ജിസേൽ വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. അത്യാവശ്യം നല്ല വോട്ടിംഗ് അവർക്കുണ്ട്. കുറേ പേര് അവരെ സ്നേഹിക്കുന്നവരുണ്ട്. കാരണം ജിസേലിൻ്റെ ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം, കാരണം അവർക്ക് മലയാളം കുറച്ച് അറിയുന്നത് കുറച്ചൊരു കുറവാണ്. പക്ഷേ എന്നാലും അവർ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. നല്ല ക്യാരക്ടറാണ് പേഴ്സണലി. അങ്ങനെ ബാഡ് വേർഡ്സ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പം അവർക്ക് ഇഷ്ടം പോലെ പേഴ്സണൽ ഫാൻസ് ഉണ്ട്. പിന്നെ നല്ല PR വർക്കും ഉണ്ട് അവർക്ക് എന്ന് തോന്നുന്നു. എന്താണെങ്കിലും അവർക്ക് നല്ല വോട്ടുണ്ട്. അപ്പോൾ അവരെ ഔട്ടാക്കിയിട്ട് സാബുമാൻ, അതേപോലെ ആതിര, ആതിരനെ ഞാൻ പറയുന്നില്ല, സാബുമാൻ, ലക്ഷ്മി, ഇവരുള്ള ആൾക്കാർ നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതില്ല. അപ്പോൾ എന്താ പറയുക, അറിയില്ല. ഇന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അവർ സീക്രട്ട് റൂമിലോട്ട് മാറ്റുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ജിസേലിൻ്റെ എവിക്ഷനെ കുറിച്ചിട്ട് ഇഷ്ടം പോലെ ചർച്ചകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നടക്കുന്നത്. കാരണം അത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് സത്യത്തിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.